Good morning students. Welcome to Adrian Classroom. So, നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് 10 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 9 അതായത് 9 യൂണിറ്റുകൾ അനലൈസ് ചെയ്തു കഴിഞ്ഞു. ഇനി ബ്ലോക്ക് 4 തന്നെ 10th യൂണിറ്റാണ്. അത് റിലീജിയൻ, ദുർക്കെയിം ആൻഡ് വെബർ. അതായത് റിലീജിയനെ കുറിച്ച് ദുർക്കെയിമും വെബറും അനലൈസ് ചെയ്യുന്ന തോട്ട്സുകളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മതപരമായ കാര്യങ്ങളും അത് എത്രത്തോളം മനുഷ്യൻ മതപരമായ കാര്യങ്ങളെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട് എന്നും, എന്താണ് വാട്ട് ഈസ് മീൻ ബൈ റിലീജിയൻ, എന്താണ് മതമെന്നും, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും, അങ്ങനെ ഒരുപാട് മതപരമായിട്ടുള്ള ഐഡിയോളജികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ, ബിലീഫ് ആൻഡ് റൈറ്റ്സ്. അതായത് നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ നിർവചനം നോക്കാം. ബിലീഫ്, വിശ്വാസവും അതേപോലെ തന്നെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്തൊക്കെ എന്നാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ. എമിലി ദുർക്കെയിം ഡിഫൈൻ റിലീജിയൻ ബൈ ഫ്രീയിങ് ഇറ്റ് ഫ്രം preconceived ideas that of society it only with the supernatural, gods or mysterious. അവിടെ എന്താ പറയുന്നത്? എമിലി ദുർക്കെയിം ഡിഫൈൻ റിലീജിയൻ ബൈ ഫ്രീയിങ് ഇറ്റ് ഫ്രം preconceived ideas that of society it only with the supernatural, gods or mysterious. എമിലി ദുർക്കെയിം മതത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഗോഡ്സ്, ദൈവം, അതേപോലെ തന്നെ ആത്മാവ്, അത്ഭുതം തുടങ്ങിയ അതിസ്വാഭാവിക കാര്യങ്ങളുമായി മാത്രമല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച ധാരണകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടാണ് എന്നാണ് എമിലി ദുർക്കെയിം ഏതിനെ നിർവചനം കൊടുക്കുന്നത്? റിലീജിയന് നിർവചനം കൊടുക്കുന്നത്. എമിലി ദുർക്കെയിം ഡിഫൈൻ റിലീജിയൻ ബൈ ഫ്രീയിങ് ഇറ്റ് ഫ്രം പ്രീകൺസീവ്ഡ് ഐഡിയാസ് ദാറ്റ് ഓഫ് സൊസൈറ്റി ഇറ്റ് ഓൺലി വിത്ത് ദ സൂപ്പർനാച്ചുറൽ, ഗോഡ്സ് ഓർ മിസ്റ്റീരിയസ്. എമിലി ദുർക്കെയിം മതത്തെ നിർവചിക്കുന്നത് ദൈവം, ആത്മാവ്, അത്ഭുതം തുടങ്ങിയ അതിസ്വാഭാവിക കാര്യങ്ങളുമായി മാത്രമല്ലാതെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ധാരണകളിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടാണ് എന്തിനെ നിർവചിക്കുന്നത്? മതത്തെ നിർവചിക്കുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് റിലീജിയൻ ഈസ് കൺസേൺഡ് വിത്ത് ബോത്ത് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട് ഓഫ് ലൈഫ്, such as natural events and daily experience as much as miracle. മതം അത്ഭുതങ്ങളെയും അസാധാരണ സംഭവങ്ങളെ പോലെ തന്നെ സാധാരണവും ദിനചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഹി ആർഗ്യൂസ് ദാറ്റ് റിലീജിയൻ ഈസ് കൺസേൺഡ് വിത്ത് ബോത്ത് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട് ഓഫ് ലൈഫ്. അതായത് മതം അത്ഭുതങ്ങളെയും അസാധാരണ സംഭവങ്ങളെ പോലെ തന്നെ അതെങ്ങനെയാണ് സാധാരണവും ദിനചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടേത്? റിലീജിയൻ. അപ്പോൾ ഹി ആർഗ്യൂസ് ദാറ്റ് റിലീജിയൻ ഈസ് കൺസേൺഡ് വിത്ത് ബോത്ത് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട് ഓഫ് ലൈഫ്, such as natural event and daily experience as much as miracle. എല്ലാ ദിവസവും നടക്കുന്ന അതെല്ലാ ദിനചര്യകളിലും നടക്കുന്ന ഒരു സംഭവം പോലെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അനുഭവമായിട്ടാണ്, എക്സ്പീരിയൻസ് ആയിട്ടാണ് റിലീജിയനെ കാണുന്നത്. According to Durkheim, religion can be understood only by identifying the common element present in all religious systems. എല്ലാ മതങ്ങളിലെയും പൊതുവായ സ്വഭാവ ഗുണങ്ങൾ കണ്ടെത്തിയാലേ മതത്തെ ശരിയായി നിർവചിക്കാൻ കഴിയൂ എന്ന് ദുർക്കെയിം അഭിപ്രായപ്പെട്ടു. According to Durkheim, religion can be understood only by identifying the common element present in all religious systems. എല്ലാ മതങ്ങളിലെയും പൊതു സ്വഭാവ ഗുണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ മതത്തെ ശരിയായി നിർവചിക്കാൻ കഴിയൂ എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ദുർക്കെയിം അഭിപ്രായപ്പെട്ടത്. And then
He states that every religion consists of two basic components, belief and rites. ദുർക്കീമിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങൾക്കും രണ്ട് അടിസ്ഥാന ഘടകമുണ്ട്, വിശ്വാസങ്ങളും ആചാരങ്ങളും. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും. അപ്പോൾ എല്ലാ മതങ്ങൾക്കും രണ്ട് കമ്പോണൻ്റ് ആണുള്ളത്. ടു ബേസിക് കമ്പോണൻറ്റ്, രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് റിലീജിയൻ ഉള്ളത്. ഏതൊക്കെയാണ് ആ കമ്പോണൻറ്റ്? ബിലീഫ് ആൻഡ് റൈറ്റ്സ്, വിശ്വാസങ്ങളും ആചാരങ്ങളും. Belief are collective representation that express the shared ideas of a society, while rites are prescribed modes of action shaped by this belief. അപ്പം ഇനി എന്താണ് ബിലീഫ് എന്നാണ് പറയണത്. എല്ലാ റിലീജിയനിലും രണ്ട് ആശയങ്ങളാണുള്ളത്. ബിലീഫ് ആൻഡ് എല്ലാ മതങ്ങളിലും രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻ്റാണുള്ളത്, ബിലീഫും റൈറ്റ്സും, വിശ്വാസവും ആചാരവും. ഇനി ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറയണത്? ബിലീഫ് ആർ കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് എക്സ്പ്രസ് ദ ഷെയർഡ് ഐഡിയാസ് ഓഫ് എ സൊസൈറ്റി. അതായത് വിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ പൊതുവായ ചിന്തകളെ പ്രതിനിധീകരിക്കുന്ന കൂട്ടായ ആശയങ്ങളാണ്. ബിലീഫ് ആർ കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് എക്സ്പ്രസ് ദ ഷെയർഡ് ഐഡിയാസ് ഓഫ് എ സൊസൈറ്റി. വിശ്വാസങ്ങൾ സമൂഹത്തിൻ്റെ പൊതുവായ ചിന്തകളെ പ്രതിനിധീകരിക്കുന്ന കൂട്ടമായ ആശയങ്ങളാണ്. വൈൽ റൈറ്റ്സ് ആർ, ഇനി റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റൈറ്റ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് മോഡ്സ് ഓഫ് ആക്ഷൻ ഷേപ്ഡ് ബൈ ദിസ് ബിലീഫ്. ആചാരങ്ങൾ എന്നത് ഈ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി നിർണയിക്കപ്പെട്ട പ്രവർത്തന രീതികളാണ്. അപ്പോൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാരങ്ങൾ എന്നത് ഈ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി നിർണയിക്കുന്ന പ്രവർത്തന രീതികളാണ്. Central to religious belief is the classification of all things into the sacred and the profane. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? മതവിശ്വാസങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സേക്രഡ്. എന്താ സേക്രഡ് എന്ന് പറഞ്ഞാൽ? പവിത്രം. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ലൗകികം. അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട വിശ്വാസം, സെൻട്രൽ ടു റിലീജിയസ് ബിലീഫ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ തിങ്സ് ഇൻ ടു. അതായത് മതവിശ്വാസങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സേക്രഡും പ്രൊഫൈനുമാണ്. സേക്രഡ് പറഞ്ഞാൽ എന്താ? പവിത്രമായത്. പ്രൊഫൈന് പറഞ്ഞാൽ ലൗകികമായത്. അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. The sacred refers to things set apart, holy everyday aspect of life. പവിത്രം, വിശുദ്ധവും വേർതിരിച്ച് സംരക്ഷിക്കപ്പെട്ടതുമായതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ sacred refers to things set apart, holy everyday aspect of life. പവിത്രം, ഹോളി പറഞ്ഞാൽ എന്താ? വിശുദ്ധമായതിനെ വേർതിരിച്ചും സംരക്ഷിക്കപ്പെട്ടതുമായതിനെ സൂചിപ്പിക്കുമ്പോൾ പ്രൊഫൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദിസ് ഡിസ്റ്റിങ്ഷൻ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് റിലീജിയസ് ലൈഫ് ആൻഡ് സോഷ്യൽ കോയിഷൻ. എന്നാൽ പ്രൊഫൈൻ ലൗകികം സൂചിപ്പിക്കുന്നത് എന്താണ്? സാധാരണ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്. സേക്രഡ് സൂചിപ്പിക്കുന്നത് എവരിഡേ ആസ്പെക്റ്റ് ഓഫ് ലവ്. അതായത് സേക്രഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവിടെ പറയുന്നത്? സേക്രഡ് റെഫേഴ്സ് ടു തിങ്സ് സെറ്റ് എ പാർട്ട്, ഹോളി ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ സോഷ്യൽ റൂൾസ്. അതായത് പവിത്രം, വിശുദ്ധവും വേർതിരിച്ചും സംരക്ഷിക്കപ്പെട്ടതുമായതിനെ സൂചിപ്പിക്കുമ്പോൾ പ്രൊഫൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അതായത് ലൗകികം അഥവാ പ്രൊഫൈൻ സൂചിപ്പിക്കുന്നത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്. The distinction from the foundation of religious life and social cohesion. അതുകൊണ്ട് തന്നെ ഈ പ്രൊഫൈൻ ആയാലും പിന്നെ ഏതാണ് സേക്രഡ് ആയാലും ഈ വേർതിരിവാണ് മതജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ദുർക്കയും കണക്കാക്കുന്നത്. ഇപ്പോൾ മതജീവിതത്തിൻ്റെ പ്രധാന അടിസ്ഥാന ഘടകങ്ങളാണ് ഏതൊക്കെ? സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. ഇപ്പോൾ സേക്രഡ് പറഞ്ഞാൽ എന്താണ്? പവിത്രമായത്. പ്രൊഫൈൻ പറഞ്ഞാൽ എന്താണ്? ലൗകികമായത്. സേക്രഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശുദ്ധവും വേർതിരിച്ചും സംരക്ഷിക്കപ്പെട്ടതുമായതിനെ സൂചിപ്പിക്കുമ്പോൾ പ്രൊഫൈൻ സൂചിപ്പിക്കുന്നത് എന്താണ്? സാധാരണ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ.
അതായത് പേജ് 135 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഷോർട്ട് നോട്ടായി എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ പേജ് 136 റിലീജിയനെ കുറിച്ച് പേജ് നമ്പർ 136 എന്തൊക്കെ കാര്യങ്ങളാണ് റിലീജിയനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ ബിലീഫ് ആൻഡ് റൈറ്റ്സിലെ പേജ് 136 വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യാനുണ്ട് 136 പേജിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റിലീജിയൻ ബിലീഫ് ആൻഡ് റൈറ്റ്സ് എന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ കുട്ടികളെ നോക്കൂ, എന്തൊക്കെയാണ് ടീച്ചർ അവിടെ ഷോർട്ടായി എഴുതിയിട്ടിട്ടുള്ളത് നോക്കൂ. എമിലി ദുർക്കെയിം എക്സ്പ്ലെയിൻ റിലീജിയൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ based on the distinction between the sacred and the profane. അതായത് എമിലി ദുർക്കെയിം എക്സ്പ്ലെയിൻ റിലീജിയൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സേക്രഡ് ആൻഡ് ദ പ്രൊഫൈൻ. എമിലി ദുർക്കെയിം മതത്തെ എന്തൊക്കെയായിട്ടാണ് തിരിച്ചത്? സേക്രഡ് എന്നും പ്രൊഫൈൻ ലൗകികമെന്നുമുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. എമിലി ദുർക്കെയിം എക്സ്പ്ലെയിൻ റിലീജിയൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സേക്രഡ് ആൻഡ് ദ പ്രൊഫൈൻ. അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ എമിലി ദുർക്കെയിം റിലീജിയനെ സേക്രഡ് എന്നും പ്രൊഫൈൻ എന്നും രണ്ട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ആൻഡ് ദെൻ സേക്രഡ് തിങ്സ് ആർ സെറ്റ് അപ്പാർട്ട്, holy and protected by prohibition, while profane things belong to ordinary everyday life. ഇത് നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞത് തന്നെയാണ് കേട്ടോ. സേക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേക്രഡ് തിങ്സ് ആർ സെറ്റ് അപ്പാർട്ട്, ഹോളി ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ പ്രോഹിബിഷൻസ്. പവിത്രമായത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പവിത്രമായ വസ്തുക്കൾ വിശുദ്ധവും വിലക്കുകളാൽ സംരക്ഷിതവുമാണ്. സേക്രഡ് തിങ്സ് ആർ സെറ്റ് അപ്പാർട്ട്, ഹോളി ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഹോളി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത്. അപ്പോൾ സേക്രഡ് പവിത്രമായത് എപ്പോഴും എങ്ങനെയായിരിക്കും? വിശുദ്ധമായിരിക്കും, ഹോളി ആയിരിക്കാം. അത് വിലക്കുകൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യപ്പെടുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ സേക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധമായിരിക്കാം. മാത്രമല്ല അത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? പ്രോഹിബിഷൻ, വിലക്കുകളാൽ അതിന് സംരക്ഷിക്കപ്പെടുന്നു. വൈൽ പ്രൊഫൈൻ തിങ്സ് ബിലോങ് ടു ഓർഡിനറി എവരിഡേ ലൈഫ്. എന്നാൽ പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ലൗകിക വസ്തുക്കൾ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സാധാരണ കാര്യങ്ങളാണ്. ബിലോങ് ടു ഓർഡിനറി എവരിഡേ ലൈഫ്. ബിലോങ് ടു ഓർഡിനറി എവരിഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് എന്ത്? പ്രൊഫൈൻ. These two are kept separate as mixing them is believed to pollute the sacred. അതേപോലെ തന്നെ ഈ രണ്ടും പരസ്പരം കലരാതിരിക്കാൻ പ്രത്യേകം വേർതിരിച്ചാണ് നിലനിർത്തുന്നത്. അതായത് സേക്രഡും പിന്നെ ഏതാണ് പ്രൊഫൈനും മിക്സ് ചെയ്യാതിരിക്കാൻ ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? സെപ്പറേറ്റ് ആണ്. ദീസ് ടു ആർ കെപ്റ്റ് സെപ്പറേറ്റ്. ഇത് ഈ രണ്ടിനെയും, അതായത് സേക്രഡിനെയും അതേപോലെ തന്നെ പ്രൊഫൈനെയും രണ്ട് രീതിയിലാണ് വേർതിരിച്ചിട്ടുള്ളത്. ആസ് മിക്സിങ് ദം ഈസ് ബിലീവ്ഡ് ടു പൊല്യൂട്ട് ദ സേക്രഡ്. അല്ലെങ്കിൽ അത് ഏതിൽ മലിനമാക്കുക, ഏതിനെ അശുദ്ധമാക്കുന്ന പറയുന്നത്? പവിത്രതയെ എന്ത് ചെയ്യുന്നു? അശുദ്ധമാക്കുന്നു. അതുകൊണ്ട് സേക്രഡിനെ പൊല്യൂട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടിനെയും, പ്രൊഫൈനിനെയും സേക്രഡിനെയും എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? സെപ്പറേറ്റ്, രണ്ടായി. ദിസ് ടു ആർ കെപ്റ്റ് സെപ്പറേറ്റ്. രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. കാരണം അതല്ലെങ്കിൽ സേക്രഡ് എന്താക്കപ്പെടും? പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലിനമാക്കപ്പെടും അഥവാ അശുദ്ധമാക്കപ്പെടും. And then next paragraph, according to Durkheim, religion is formed by belief and rites. ദർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും ചേർന്നതാണ് ഏത്? റിലീജിയൻ. ഒരു റിലീജിയൻ രൂപം കൊള്ളുന്നത് എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാണ്? ബിലീഫ് ആൻഡ് റൈറ്റ്സ്. വിശ്വാസങ്ങളും റൈറ്റ്സ് പറഞ്ഞാൽ എന്താ? ആചാരങ്ങളും.
അപ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിച്ചേരുമ്പോഴാണ് മതം രൂപം കൊള്ളുന്നത് എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ദുർക്കെയിം. അക്കോർഡിംഗ് ടു ദുർക്കെയിം, റിലീജിയൻ ഈസ് ഫോംഡ് ബൈ ബിലീഫ് ആൻഡ് റൈറ്റ്സ്. വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിച്ചേരുമ്പോൾ മതം രൂപം കൊള്ളുന്നു. ബിലീഫ് ആർ കളക്റ്റീവ് ഐഡിയാസ്, മിത്ത് ആൻഡ് ടെക്നിക് ദാറ്റ് എക്സ്പ്ലെയിൻ ദ സേക്രഡ് ഗൈഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ വിശ്വാസങ്ങൾ സാമൂഹികപരമായിട്ടുള്ള ആശയങ്ങൾ, കഥകൾ, ഉപദേശങ്ങൾ എന്നിവയാണ്. ബിലീഫ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബിലീഫ് ആർ കളക്റ്റീവ് ഐഡിയാസ്, പലതരത്തിലുള്ള ആശയങ്ങളെ. മിത്ത് പറഞ്ഞാൽ കഥകളെ. അതേപോലെ തന്നെ ടെക്നിക്സ് ദ എക്സ്പ്ലനേഷൻ സേക്രഡ് ആൻഡ് ഗൈഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ പവിത്രതയെക്കുറിച്ചുള്ള മനുഷ്യരുടെ ബോധം രൂപപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഏത്? ബിലീഫ്. എന്നാൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആചാരം. റൈറ്റ്സ് ആർ റൂൾസ് ഓഫ് കണ്ടക്ട് ദാറ്റ് അറൈസ് ഫ്രം ബിലീഫ് ആൻഡ് prescribe how individual should behave toward. എന്നാൽ വിശ്വാസം റൈറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ആചാരങ്ങൾ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശ്വാസങ്ങളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റ നിയമങ്ങളാണ്. റൈറ്റ്സ് ആർ റൂൾസ് ഓഫ് കണ്ടക്ട് ദാറ്റ് അറൈസ് ഫ്രം ബിലീഫിൽ നിന്നുണ്ടാകുന്ന, വിശ്വാസങ്ങളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റ നിയമങ്ങളെയാണ് എന്ത് പറയുന്നത്? ആചാരങ്ങൾ. വിശ്വാസങ്ങളിൽ നിന്നുണ്ടാകുന്ന റൂൾസുകളാണ് എന്ത്? ആചാരങ്ങൾ. പ്രെസ്ക്രൈബ് ഹൗ ഇൻഡിവിജ്വൽ ഷുഡ് ബിഹേവ് ടുവേർഡ്സ്. അതേപോലെ തന്നെ ഇവ എന്ത് ചെയ്യപ്പെടുന്നു? ഓരോ വ്യക്തികളിൽ നിന്നും എന്ത് ചെയ്യപ്പെടുന്നു? പ്രെസ്ക്രൈബ് ചെയ്യപ്പെടുന്നു, അല്ലേ? ഓരോ വ്യക്തികളിലൂടെയുമാണ് ഇത് എന്ത് ചെയ്യുന്നത്? വിവരിക്കാൻ ശ്രമിക്കുന്നത്. റൈറ്റ്സ് മേ ബി അതേപോലെ തന്നെ പിന്നെ ഇവിടെ പറയാണ് റൈറ്റ്സ് മേ ബി പോസിറ്റീവ്. എപ്പോഴും ആചാരം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ബ്രിങ്ങിങ് പീപ്പിൾ ക്ലോസർ ടു ദ സാക്രഡ് സാക്രിഫൈസസ്. അതായത് ബലി പോലെയുള്ള മനുഷ്യരെ പവിത്രതയോട് അടുത്തുകൊണ്ടുവരുന്ന ആചാരങ്ങൾ. പക്ഷെ അതൊരു നമുക്കതിനെ സാക്രഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ബലിധർമ്മത്തിനൊക്കെ അതൊക്കെ ഒരു ദുരാചാരമായിട്ടാണ് ഇവിടെ പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയണ റൈറ്റ്സ് മേ ബി പോസിറ്റീവ്, ബ്രിങ്ങിങ് പീപ്പിൾ ക്ലോസർ ടു ദ സാക്രഡ് സാക്രിഫൈസസ്. അവിടെ ത്വജിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതാണ് ആചാരം. ഓർ നെഗറ്റീവ്. അതേപോലെ തന്നെ ചിലപ്പോൾ അതല്ല എന്താവാം? നെഗറ്റീവുമാകാം. കീപ്പിംഗ് സേക്രഡ് ആൻഡ് പ്രൊഫൈഡ് അപ്പാർട്ട്, ഫാസ്റ്റിംഗ്, പ്യൂരിഫിക്കേഷൻ. അതായത് ഉപവാസം, ശുദ്ധീകരണം പോലുള്ള പവിത്രവും ലൗകികവും വേർതിരിച്ച് നിർത്തുന്ന ആചാരങ്ങൾ. അപ്പോൾ രണ്ട് രീതിയിലെയും നമുക്ക് ഏതിനെ നിർവചിക്കാം? അതായത് ആചാരത്തെ, റൈറ്റ്സിനെ നിർവചിക്കാം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വിശദീകരിക്കാം. പോസിറ്റീവായിട്ട് വിശദീകരിക്കുമ്പോൾ ബ്രിങ്ങിങ് പീപ്പിൾ ക്ലോസർ ടു ദ സാക്രഡ് സാക്രിഫൈസസ്. നെഗറ്റീവായി വിശദീകരിക്കുമ്പോൾ കീപ്പിംഗ് സാക്രഡ് ആൻഡ് പ്രൊഫൈൻ അപ്പാർട്ട്, ഫാസ്റ്റിംഗ്, പ്യൂരിഫിക്കേഷൻ. അതായത് എന്താണ് അവിടെ? പവിത്രവും ലൗകികവും വേർതിരിച്ച് നിർത്തുന്ന ആചാരങ്ങൾ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങളാണ് ഇതിൽ വരിക, നെഗറ്റീവ് ആകുമ്പോൾ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് ഈ 2 പാരഗ്രാഫിലായിട്ട് വിശദീകരിക്കാനുള്ളത്. 3rd പാരഗ്രാഫിൽ ദുർക്കെയിം ഡിസ്റ്റിങ്ഷൻസ് റിലീജിയൻ ഫ്രം മാജിക്. ദുർക്കെയിം മതത്തെയും അതേപോലെ തന്നെ മാജിക് പറഞ്ഞാൽ എന്താ? മായാജാലം എന്നൊക്കെ പറയും, അല്ലേ? മായാജാലത്തെയും വ്യത്യസ്തമാക്കുന്നു. ദുർക്കെയിം ഡിസ്റ്റിങ്ഷ് റിലീജിയൻ ഫ്രം മാജിക്. ദുർക്കെയിം മതത്തെയും മാജിക്കിനെയും വ്യത്യസ്തമാക്കുന്നു. മാജിക് ഈസ് പ്രൈവറ്റ്, ഇൻഡിവിജ്വൽ ആൻഡ് സെൽഫ് സെൻറ്റേഡ്, ക്രിയേറ്റിംഗ് നോ മോറൽ കമ്മ്യൂണിറ്റി. മായാജാലം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലാണ്. പ്രൈവറ്റ് ഓർ ഇൻഡിവിജ്വൽ, ഒരു സ്വകാര്യമായിട്ടുള്ളതും അതേപോലെ തന്നെ എന്താണ്? വ്യക്തിപരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മാജിക് ഈസ് പ്രൈവറ്റ്, ഇൻഡിവിജ്വൽ ആൻഡ് സെൽഫ് സെൻറ്റേഡ്, ക്രിയേറ്റിംഗ് നോ മോറൽ കമ്മ്യൂണിറ്റി. അവിടെ അത് ധാർമ്മികത ഉണ്ടാവില്ല, മോറൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കില്ല. എന്നാൽ റിലീജിയൻ ആണെങ്കിലോ, റിലീജിയൻ ഓൺ ദ അതർ ഹാൻഡ് പബ്ലിക് ആൻഡ് സോഷ്യൽ യൂണിറ്റി, ബിലീഫ് ഇൻ ടു എ മോറൽ കമ്മ്യൂണിറ്റി. സാമൂഹികമായിട്ടുള്ള യൂണിറ്റി, ഐക്യവും
മോറൽ കമ്മ്യൂണിറ്റി, ധാർമ്മികമായിട്ടുള്ള കൂട്ടായ്മയും ഒക്കെ ഏതിലുണ്ടാകുന്നു? റിലീജിയൻ ആണെങ്കിൽ ഉണ്ടാകും. മാജിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സെൽഫ് സെൻറ്റേർഡ് ആണ്. അവിടെ ധാർമ്മികത കുറവായിരിക്കും. മായാജാലാണത്. ആളുകളെ കൺകെട്ട് എന്നൊക്കെ പറയും അല്ലേ? മാജിക് എന്ന് പറയുമ്പോൾ കൺകെട്ടാണ്. ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. അത് യഥാർത്ഥത്തിലൊന്നും ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ മജീഷ്യന്മാരും റിയലായിട്ട് നമുക്ക് തോന്നും, കഴുത്തൊക്കെ മുറിഞ്ഞ് നിൽക്കണ പോലെയൊക്കെ തോന്നും അല്ലേ? അതൊരു മായാജാലാണ്. അവിടെ ഒരിക്കലും എന്തില്ല, മൊറാലിറ്റി ഉണ്ടായിരിക്കില്ല. എന്നാൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സോഷ്യൽ യൂണിറ്റി ഇൻടു എ മോറൽ കമ്മ്യൂണിറ്റി. മോറൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും എന്തായിരിക്കുമ്പോൾ? മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ. എന്നാണ് ഇതൊക്കെ ആരുടെ തോട്ട? ദുർക്കൈം. ഇതൊക്കെ ദുർക്കൈമിൻ്റെ ചിന്തകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. And thus Durkheim defined religion as a unified system of belief and practices related to sacred things. അതിനാൽ ദുർക്കൈമിൻ്റെ അഭിപ്രായത്തിൽ മതം എന്നത് പവിത്രമായിട്ടുള്ള വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു ഏകീകൃത സംവിധാനമാണ്. Thus Durkheim defined religion as a unified system of belief and practice related to sacred things which unite believers into a single moral community. Example, church. മതം എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള സേക്രഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു ഏകീകൃത സംവിധാനമാണ്. ഇത് വിശ്വാസികളെ എന്തിലേക്ക് ഒന്നിപ്പിക്കുന്നു? ചർച്ച്. ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ, കാരണം നമുക്കറിയാം മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? ചർച്ച്. അപ്പം അത് വിശ്വാസികളെ എന്തിലേക്ക് എത്തിക്കുന്നു? ചർച്ച് എന്നൊരു സമൂഹമായി ഒന്നിപ്പിക്കുന്നു. അതിപ്പോൾ നമുക്ക് ഇവിടെ ചർച്ചിന്ന് എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. അത് നമുക്ക് മോസ്ക്യൂന്നോ അതേപോലെ തന്നെ ടെമ്പിൾ എന്നോ ഒക്കെ പറയാം കേട്ടോ. അതുകൊണ്ട് റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? പവിത്രതയാണ്, സേക്രഡാണ്. അത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒരു ഏകീകൃത സംവിധാനമായി നിലനിർത്തുകയും വിശ്വാസികളെ എന്തിലേക്ക് എത്തിക്കുന്നു? ചർച്ചിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് അത് ധാർമ്മികത നിലനിൽക്കുന്നു. നമുക്കറിയാം നമ്മളുടെ ചർച്ചാണെങ്കിലും മോസ്ക് ആണെങ്കിലും ടെമ്പിൾ ആണെങ്കിലും മൊറാലിറ്റിയിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്, ധാർമ്മികതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ഒന്നിപ്പിക്കാനും മൊറാലിറ്റി ഫോളോ ചെയ്യുന്നതിനും ഒക്കെ സാധ്യമാകുന്നത് ഏതിലൂടെയാണ് എന്നാണ് ദുർക്കൈം പറയുന്നത്? റിലീജിയനിലൂടെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഷോർട്ട് നോട്ടാണ് ടീച്ചർ വരുന്ന പേജ് 136 വരുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ദുർക്കൈം സ്റ്റഡി നടത്തുകയാണ് എന്തിനെക്കുറിച്ച്? ടോട്ടോമിസം. വാട്ട് ഈസ് മീൻ ബൈ ടോട്ടോമിസം? അതായത് എന്താണ് ടോട്ടോമിസം എന്നും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നും നമുക്ക് നോക്കാം. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ടോട്ടോമിസം. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ദുർക്കൈം സ്റ്റഡി ഓഫ് ടോട്ടമിസം. വാട്ട് ഈസ് മീൻ ബൈ ടോട്ടമിസം? അതായത് ടോട്ടമിസം എന്ന് പറഞ്ഞാൽ ഒരു കുലം, അതല്ലെങ്കിൽ വംശം, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രതീകം, അങ്ങനെയൊക്കെ സിമ്പൽ, അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ടോട്ടമിസം എന്ന വാദം തന്നെ ഉടലെടുത്തത്. അപ്പോൾ ദുർക്കൈം ടോട്ടമിസത്തെ എങ്ങനെയാണ് സ്റ്റഡി നടത്തിയത്, പഠനം നടത്തിയത് എന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദുർക്കൈം സ്റ്റഡി ഓഫ് ടോട്ടമിസം. ദുർക്കൈം ടോട്ടമിസത്തെ എങ്ങനെയാണ് സ്റ്റഡി നടത്തിയത്? ശ്രദ്ധിക്കൂ. Emily Durkheim studied totemism to understand the most elementary form of religion. അതായത് എമിലി ദുർക്കൈം studied totemism to understand the most elementary form of religion. മതത്തിൻ്റെ ലളിതമായ രൂപം മനസ്സിലാക്കുന്നതിനായി എമിലി ദുർക്കൈം ടോട്ടോമിസത്തെ എന്ത് ചെയ്തു? പഠനം നടത്തി. Emily Durkheim studied totemism to understand the most elementary form of religion. മതത്തിൻ്റെ ലളിതമായിട്ടുള്ള രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എമിലി ദുർക്കൈം എന്തിനെ പഠനം നടത്തി? ടോട്ടോമിസത്തെ പഠനം നടത്തി. He believed that by analyzing simple religion, the nature of complex religion could be explained. അങ്ങനെ ലളിതമായ മതങ്ങളെ വിശകലനം ചെയ്താൽ സങ്കീർണമായ മതങ്ങളെയും വിശദീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റിലീജിയനെ
അനലൈസ് ചെയ്യുന്നത് വഴി കോംപ്ലക്സ് റിലീജിയനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ആര് വിശ്വസിച്ചു? എമിലി ദുർക്കെയ്ം വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് ദാറ്റ് ബൈ അനലൈസിങ് സിമ്പിൾ റിലീജിയൻ ദ നേച്ചർ ഓഫ് കോംപ്ലക്സ് റിലീജിയൻ കുഡ് ബി എക്സ്പ്ലെയിൻഡ്. ലളിതമായിട്ടുള്ള മതത്തെ അനലൈസ് ചെയ്യുന്നതിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മതങ്ങളെയും വിശദീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ദുർക്കെയ്ം ഫോക്കസ്ഡ് ഓൺ ടോട്ടമിസം എമംഗ് ദ ഓസ്ട്രേലിയൻ അബോർജിനീസ് ഓഫ് ദയർ സോഷ്യൽ ഓർഗനൈസേഷൻ വാസ് സിമ്പിൾ ആൻഡ് വെൽ ഡോക്യുമെന്റഡ്. അങ്ങനെ സാമൂഹിക ഘടന ലളിതവും നന്നായി രേഖപ്പെടുത്തിയതുമായ ഓസ്ട്രേലിയൻ ആദിവാസികളിലെ ടോട്ടോമിസമാണ് ദുർക്കെയ്ം പ്രധാനമായും പഠിച്ചത്. ഇപ്പം ദുർക്കെയ്ം ആരെക്കുറിച്ചാണ് പഠിച്ചത്? ഓസ്ട്രേലിയയിലെ ടോട്ടോമിസത്തെ. അപ്പോൾ സിമ്പിൾ റിലീജിയനെ പഠിക്കുന്നതിലൂടെ എന്തും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? കോംപ്ലക്സ് റിലീജിയനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സാമൂഹിക ഘടന ലളിതവും നന്നായി രേഖപ്പെടുത്തിയതുമായ ഓസ്ട്രേലിയൻ ആദിവാസികളിലെ ടോട്ടോമിസമാണ് ദുർക്കെയ്ം പ്രധാനമായും പഠിച്ചത്. Then in totemism a clan belief it has descended from a common ancestor which may be an animal, plant or even a non-living object called the totem. What is mean by totem? അപ്പം എന്താണ് ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ? ടോട്ടോമിസത്തിൽ ഒരു ക്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? കുലം എന്നൊക്കെ പറയും. വംശം, കുലം, അതൊക്കെയാണ് ക്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാൻ എന്ന് പറഞ്ഞാൽ കുലം, വംശം. അപ്പോൾ ടോട്ടോമിസത്തിൻ്റെ ഒരു ക്ലാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ in totemism a clan believe it has descended from a common ancestor which may be an animal, plant or even a non-living object called the totem. ടോട്ടോമിസത്തിൻ്റെ ഒരു ക്ലാൻ തങ്ങൾ പൊതുപൂർവികനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. ആ പൂർവികരിൽ ചിലപ്പോൾ മൃഗമാകാം, സസ്യമാകാം, അല്ലെങ്കിൽ ജീവരഹിത വസ്തുവോ ആയിരിക്കാം. ടോട്ടോമിസം എന്താ വിശ്വസിക്കുന്നത്? ഓരോന്നും രൂപം കൊള്ളുന്നത് പൂർവികരിൽ നിന്നാണ്. ടോട്ടോമിസത്തിൻ്റെ ഒരു കുലം അഥവാ ക്ലാൻ എന്താണ് വിശ്വസിക്കുന്നത്? പൂർവികനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ആ പൂർവികർ എന്ന് പറയുന്നത് ആരായിരിക്കാം? ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആയിരിക്കാം, നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആയിരിക്കാം, ജീവരഹിത വസ്തു ആയിരിക്കാം. അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ടോട്ടം. ഇതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുക? ദ ടോട്ടം. The totem gives the clan its name and identity and function as a sacred emblem. മാത്രല്ല പിന്നെന്താണ്? ടോട്ടം അഥവാ കുലത്തിന് പേരും തിരിച്ചറിവും നൽകുന്നു. ടോട്ടം എന്ത് നൽകുന്നു? ക്ലാനിന് പേര്, നെയിമും ഐഡന്റിറ്റിയും നൽകുന്നു. ടോട്ടം ഗീവ്സ് ദ ക്ലാൻ എന്ന് പറഞ്ഞാൽ കുലത്തിന് എന്ത് നൽകുന്നു? നെയിം ആൻഡ് ഐഡന്റിറ്റി, പേരും തിരിച്ചറിയലും നൽകുന്നു. ആൻഡ് ഫങ്ഷൻ ഓഫ് എ സേക്രഡ് എംബ്ലം, അതേപോലെ തന്നെ അതൊരു പരിശുദ്ധമായ ചിഹ്നമാണ്. ഇപ്പം ടോട്ടം എന്ന് പറഞ്ഞാൽ ടോട്ടം കുലത്തിന് എന്ത് നൽകുന്നുണ്ട്? ഐഡന്റിറ്റിയും നെയിമും നൽകുന്നുണ്ട്. അത് മാത്രമല്ല അത് സേക്രഡ് എംബ്ലം. എന്താ സേക്രഡ് എംബ്ലം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധമായ ചിഹ്നമാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഗ്രേറ്റ് റവന്യൂ ആൻഡ് മെനി ടാബോസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ് such as prohibition against killing or eating it. ഇവിടെ ഗ്രേറ്റ് റിവറൻസ് നാട്ടോ, റിവറൻസ് എന്നാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഗ്രേറ്റ് റിവറൻസ് ആൻഡ് മെനി ടാബോസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ് സച്ച് ആസ് പ്രൊഹിബിഷൻ എഗെയിൻസ്റ്റ് കില്ലിങ് ഓർ ഈറ്റിംഗ് ഇറ്റ്. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? അതൊരു പരിശുദ്ധമായ ചിഹ്നമാണ്. ടോട്ടോ അതീവ ബഹുമാനത്തോടെ സമീപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ടാബോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിരോധനങ്ങൾ നിലവിലുണ്ട്. ടോട്ടോത്തെ കൊല്ലുകയോ ഭക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു സിമ്പലായിട്ടാണ്, ചിഹ്നമായിട്ടും ഒരു സേക്രഡ് എംബ്ലമായിട്ടാണ് ടോട്ടോനെ കാണുന്നത്. മാത്രമല്ല അതിന് എന്തുണ്ട്? അതിന് ബഹുമാനത്തോടു കൂടിയാണ്
സമീപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ടാബോസുകൾ, നിരോധനങ്ങൾ നിലവിലുണ്ട്. മാത്രമല്ല ടോട്ടോയെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, പ്രോഹിബിഷൻ എഗെയിൻസ്റ്റ് കില്ലിങ് ആൻഡ് ഈറ്റിംഗ് ഇറ്റ്, കൊല്ലുകയോ ഭക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദർക്കെയിം ദ ടോട്ടം ഈസ് നോട്ട് സാക്രഡ് ബൈ ഇറ്റ് സെൽഫ്. എന്നാൽ ദർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ ടോട്ടം എന്ന് പറയുന്നത് സാക്രഡ് ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദർക്കെയിം totem is not sacred by itself. It representation an impersonal and diffuse space found throughout the world, known by different name like manna, vakan or oranda. അതായത് ഡർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ ടോട്ടം ഒരു എന്തല്ല, സാക്രഡ് അല്ല, ലോകമാകെ വ്യാപിച്ചു നിൽക്കുന്ന വ്യക്തിത്വമില്ലാത്തൊരു ശക്തിയുടെ പ്രതീകമാണ്. ഇറ്റ് റെപ്രസെന്റ് ആൻ ഇമ്പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തിത്വമില്ലാത്ത, ഇമ്പേഴ്സണൽ ആൻഡ് ഡിഫ്യൂസ് സ്പേസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പോൾ ഡർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ ടോട്ടം ഒരു പരിശുദ്ധമല്ല, ലോകമാകെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഇമ്പേഴ്സണൽ ശക്തിയായിട്ടാണ് എന്തിനെ കാണുന്നത്, ടോട്ടോമത്തെ കാണുന്നത്. ഈ ശക്തിയെ വേണമെങ്കിൽ എന്തൊക്കെ വിളിക്കാം എന്നാ പറയുന്നത്, ഏതൊക്കെ പേരിൽ വിളിക്കാം എന്നാ പറയുന്നത്, മാന, വാക്കൻ, അതേപോലെ തന്നെ പിന്നെന്താ ഒറയാണ്ട എന്നീ പേരുകളിലൊക്കെ വിളിക്കാം. അതുമാത്രമല്ല ദ ടോട്ടം സിംബോളൈസസ് ദി സ്പോർട്സ്, അതേപോലെ തന്നെ വിച്ച് ഈസ് എസെൻഷ്യലി ക്ലാൻ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ടോട്ടം പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്, ക്ലാൻ എന്ന് പറഞ്ഞാൽ കുലം. അപ്പോൾ ദുർക്കെയിമിൻ്റെ അഭിപ്രായത്തിൽ ടോട്ടം ഒരു സാക്രഡ് അല്ല, അതൊരു ഇമ്പേഴ്സണലാണ്, മാനുഷികമായിട്ടുള്ള ശക്തിയാണ്. പിന്നെന്താണ്, അത് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്, മാന, വാക്കൻ ഒറേണ്ട എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല അത് എങ്ങനെയാണ് ടോട്ടോമിനെ പ്രതിനിധീകരിക്കുന്നത്, എന്തിലൂടെയാണ്, ക്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, കുലത്തിലൂടെയാണ് ടോട്ടോയെ പ്രതിനിധീകരിക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്. Thus Durkheim concluded that religion is symbolic expression of society. അതുകൊണ്ട് ഡർക്കെയിമിൻ്റെ നിഗമനമനുസരിച്ച് മതം സമൂഹത്തിൻ്റെ പ്രതീകാത്മക പ്രകടനമാണ്. Thus Durkheim concluded that religion is symbolic expression of society. ഡർക്കെയിമിൻ്റെ നിഗമനമനുസരിച്ചിട്ട് റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംബോളിക്, അത് പ്രതീകാത്മകമായ പ്രകടനമാണ്. In his view, God is society glorified. ദൈവം എന്നത് സമൂഹം മഹത്വവൽക്കരിക്കപ്പെട്ട രൂപമാണ്. നമ്മളൊരു കാഴ്ചപ്പാടാണ് അല്ലേ, ദൈവികമായ ശക്തി, എന്തോ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്, അതുകൊണ്ട് ഗോഡ് എന്ന് പറയുന്നത് ഗ്ലോറിഫൈഡ് ആണ് പറഞ്ഞാൽ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു രൂപമാണ്. എന്തോ ഒരു നമുക്ക് കാണാൻ കഴിയാത്തൊരു ബാഹ്യരൂപം, ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ഗോഡ് ഈസ് സൊസൈറ്റി ഗ്ലോറിഫൈഡ്. ആൻഡ് ത്രൂ ടോട്ടോമിസം സൊസൈറ്റി ബിക്കം കോൺഷ്യസ് ഓഫ് ഈ സോവൺ പവർ ആൻഡ് യൂണിറ്റി. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് മഹത്വവൽക്കരിക്കപ്പെട്ട രൂപമാണ്. ടോട്ടോമിസത്തിലൂടെ സമൂഹം സ്വന്തം ശക്തിയും ഐക്യവും തിരിച്ചറിയുന്നു. ഇപ്പോൾ സമൂഹം പവറും യൂണിറ്റിയും, ശക്തിയും യൂണിറ്റിയും ഒക്കെ തിരിച്ചറിയുന്നത് ഏതിലൂടെയാണ്, ഈ ടോട്ടോമിസത്തിലൂടെയാണ്. ദൈവം എന്ന് പറയുന്നത് എന്താണ്, മഹത്വൽക്കരിക്കപ്പെട്ട ഒരു രൂപമാണ് എന്നാണ് ആരുടെ അഭിപ്രായം, ദുർക്കെയിമിൻ്റെ ഒപ്പീനിയൻ. ഇതാണ് ടോട്ടോമിസം. അപ്പോൾ ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തൊരു വസ്തു, അതായത് കുലത്തിനെയോ വംശത്തിനെയോ ഒക്കെയാണ് ഇവിടെ ക്ലാൻ എന്നാണ് പറയുന്നത്. ക്ലാൻ എന്ന് പറഞ്ഞാൽ കുലം, വംശം എന്നൊക്കെ പറയും. അപ്പോൾ ആ വംശത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഏത് പദം യൂസ് ചെയ്തത്, ടോട്ടോമിസം എന്ന പദം ഉപയോഗിച്ചത്. മാത്രമല്ല എവിടെയാണ് അത് ഉപയോഗിച്ചത്, ആസ്ട്രേലിയയിലാട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടോമിസത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് റിലീജിയൻ ആൻഡ് സയൻസും, പിന്നെ നമുക്കൊരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആട്ടോ, കോൺട്രിബ്യൂഷൻ ഓഫ് മാക്സ് വെബറിൻ്റെ തിയറികൾ, റിലീജിയൻ ഓഫ് ഇന്ത്യ, റിലീജിയൻ ഓഫ് ചൈന, ആൻഷ്യൻ്റ് ജുഡായിസം തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് റിലീജിയൻ ആൻഡ് സയൻസ്, അതായത് മതവും ശാസ്ത്രവും. റിലീജിയൻ ആൻഡ് സയൻസ്. അപ്പോൾ ഈ റിലീജിയനും അതേപോലെ തന്നെ സയൻസും എത്രത്തോളം റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. റിലീജിയൻ ആൻഡ് സയൻസ് ശ്രദ്ധിച്ചോളൂ. Durkheim argues that scientific thought as it
ഒറിജിൻസ് ഇൻ റിലീജിയസ് തോട്ട്. അതായത് ശാസ്ത്രീയ ചിന്തയുടെ ഉത്ഭവം മതചിന്തയിൽ എന്നതാണ് ഡർക്കെയിമിൻ്റെ വാദം. Durkheim argues that scientific thought has its origins in religious thought. അതായത് ശാസ്ത്രീയ ചിന്തയുടെ സയൻറ്റിഫിക് തോട്ടിൻ്റെ ഉത്ഭവം റിലീജിയസ് തോട്ടിലാണ് എന്നാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്? Durkheim argues that scientific thought has its origin in religious thought. സയൻറ്റിഫിക് തോട്ടിൻ്റെ ഉത്ഭവം ഏതിലാണ്? റിലീജിയസ് തോട്ടിലാണ് എന്നാണ് ഡർക്കെയിം ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്. ബോത്ത് റിലീജിയസ് ആൻഡ് സയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ, ഹ്യൂമൻ ബീയിങ് ആൻഡ് സൊസൈറ്റി ബൈ ക്ലാസിഫൈയിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് റിയാലിറ്റി. അതേപോലെ തന്നെ മതവും ശാസ്ത്രവും പ്രകൃതി, മനുഷ്യൻ, സമൂഹം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ വർഗീകരിച്ച് തമ്മിൽ ബന്ധിപ്പിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ, ഹ്യൂമൻ ബീയിങ് ആൻഡ് സൊസൈറ്റി ബൈ ക്ലാസിഫൈയിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് റിയാലിറ്റി. അതായത് മതവും ശാസ്ത്രവും പ്രകൃതി, മനുഷ്യൻ, സമൂഹം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ വർഗീകരിച്ച് തമ്മിൽ ബന്ധിപ്പിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? റിലീജിയനും സയൻറ്റിഫിക്കും അതായത് ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ്. അപ്പോൾ റിലീജിയനും സയൻസും ശാസ്ത്രവും പ്രകൃതി, മനുഷ്യർ, സമൂഹം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ വർഗീകരിച്ച് അവ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. According to Durkheim, is a more developed and refined form of religious and thought. Many concepts used in modern science originally had religious meaning. അതേപോലെ തന്നെ ശാസ്ത്രീയ ചിന്ത മതചിന്തയുടെ കൂടുതൽ വികസിതവും ശുദ്ധീകരിച്ചതുമായ രൂപമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ സയൻറ്റിഫിക് തോട്ട് എന്താണെന്നാണ് പറയുന്നത് അദ്ദേഹം? According to Durkheim, is more developed, refined form of religious thought. Many concepts used modern science originally had religious meaning. അപ്പോൾ ഇവിടെ ശാസ്ത്രീയ ചിന്തയേക്കാൾ മതചിന്ത കൂടുതൽ എങ്ങനെയാണ്? ഡെവലപ്ഡും ആണ്. അതേപോലെ തന്നെ അത് ശുദ്ധീകരിച്ച രൂപമായിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കുന്നത്. അതുമാത്രമല്ല അത് ആധുനിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ശക്തി, ബലം തുടങ്ങിയ ആശയങ്ങൾക്ക് മതപരമായ ഉത്ഭവമുണ്ടെന്നും ആര് ചൂണ്ടിക്കാട്ടി? ദർക്കെയിം ചൂണ്ടിക്കാട്ടി. അതേപോലെ തന്നെ മോഡേൺ സയൻസ് ഒറിജിനലി ആഡ് റിലീജിയസ് മീനിങ്. അതായത് അതിന് എന്ത് അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്? അതായത് ആധുനിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ശക്തിയായിട്ടോ ബലമായിട്ടുള്ള ആശയങ്ങൾക്ക് മതപരമായ ഉത്ഭവമുണ്ടെന്നും ദുർക്കെയിം ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ദുർക്കെയിം ഇതിനൊക്കെ തമ്മിലാണ് വിശദീകരിക്കുന്നത്. ശാസ്ത്രീയ ചിന്തയുടെ ഉത്ഭവം മതചിന്തയിലൂടെ എന്നതാണ് ദുർക്കെയിമിൻ്റെ വാദം. അതേപോലെ തന്നെ റിലീജിയസ് ആണെങ്കിലും സയൻസ്, അപ്പോൾ ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ, ഹ്യൂമൻ ബീയിങ് ആൻഡ് സൊസൈറ്റി ബൈ ക്ലാസിഫൈയിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് റിയാലിറ്റി. മതവും ശാസ്ത്രവും പ്രകൃതി, മനുഷ്യർ, സമൂഹം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ വർഗീകരിച്ച് അവ തമ്മിൽ ബന്ധിപ്പിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ scientific thought, according to Durkheim, is more developed, refined form of religious thought. Many concepts used in modern science originally had a religious meaning. അതേപോലെ തന്നെ ശാസ്ത്രീയ ചിന്ത മതചിന്തയുടെ കൂടുതൽ വികസിതവും ശുദ്ധീകരിച്ചതുമായ രൂപമാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സയൻറ്റിഫിക് തോട്ട് ഏത് ചിന്തയുടെ ഫലമായി? ശാസ്ത്രീയ ചിന്ത മതചിന്തയുടെ കൂടുതൽ വികസിതവും ശുദ്ധീകരിച്ചതുമായ രൂപമാണ് ഏത്? സയൻറ്റിഫിക് തോട്ട്. അപ്പോൾ സയൻറ്റിഫിക് തോട്ട് മതചിന്തയേക്കാൾ കൂടുതൽ വികസിതവും ശുദ്ധീകരിച്ചമായ രൂപമാണ് എന്നാണ് പ്രസ്താവിക്കുന്നത്. മാത്രമല്ല അത് ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ശക്തി, അതായത് ശക്തി അഥവാ ബലം തുടങ്ങിയ ആശയങ്ങൾക്ക് മതപരമായിട്ടുള്ള അർത്ഥമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. And then
He believed that religious thought would gradually give way scientific thought and that social science themselves undertake a scientific study of religion. മതചിന്ത ക്രമേണ ശാസ്ത്രീയ ചിന്തയ്ക്ക് വഴിമാറുമെന്ന് ഡർക്കീം വ്യക്തമാക്കുന്നു. മതചിന്ത ക്രമേണ പിന്നെ എന്തിലേക്ക് വഴിമാറുന്ന പറയുന്നത്? സയൻറ്റിഫിക് തോട്ട്, ശാസ്ത്രീയ ചിന്തയിലേക്ക് വഴിമാറും. ഹി ബിലീവ്ഡ് ദാറ്റ് റിലീജിയസ് തോട്ട് വുഡ് ഗ്രാജ്വലി ഗീവ് വേ ടു സയൻറ്റിഫിക് തോട്ട്. മതചിന്ത ക്രമേണ ശാസ്ത്രീയ ചിന്തയിലേക്ക് മാറ്റപ്പെടുമെന്നാണ് ആര് പ്രസ്താവിക്കുന്നത്? ഡർക്കീം പ്രസ്താവിക്കുന്നത്. ദാറ്റ് സോഷ്യൽ സയൻസ് themselves undertake a scientific study of religion. Rather than being in conflict, religion and science both contribute to the collective representation of society. അതേപോലെ സമൂഹശാസ്ത്രങ്ങൾ തന്നെ മതത്തെ ശാസ്ത്രീയമായി പഠിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മതവും ശാസ്ത്രവും തമ്മിൽ യാതൊരു സംഘർഷങ്ങളും ഉണ്ടാകാനുള്ള കാരണമില്ല. രണ്ടും എങ്ങനെയാണ്? രണ്ടും ഒരുപോലെയുള്ള രണ്ടും ഒരേപോലെയുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവ രണ്ടും എന്തുണ്ടാവില്ല? കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, സംഘർഷങ്ങൾ ഉണ്ടാകാൻ കാരണമാകില്ല എന്നാണ് ആര് വാദിക്കുന്നത്? ദുർക്കീം വാദിക്കുന്നത്. കൂടാതെ പിന്നെന്താണ് അതിൽ വ്യക്തമാക്കുന്നത്? ഇൻഡിവിജ്വൽ ഇൻ ടു സോഷ്യൽ ലൈഫ് ബൈ ഗൈഡിങ് ദം ടുവേർഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആൻഡ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ മനുഷ്യന് വ്യക്തിപരമായ പരിമിതികളെ അതിജീവിക്കാൻ സഹായിക്കുന്നതിൽ മതവും ശാസ്ത്രവും നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽസിന് സമൂഹത്തിൽ ഒരു ഗൈഡിങ് അതേപോലെ ഒരു പിന്തുണ നൽകുന്നതിന് ഏത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? റിലീജിയനും സയൻസും സഹായിക്കുന്നുണ്ട്. അപ്പോൾ മതപരമായ ചിന്തയുടെ ഒരു മോഡേണൈസ് രൂപമാണ്, ആധുനിക രൂപമാണ് ഏത്? സയൻറ്റിഫിക് തോട്ട് എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും സാമൂഹിക ജീവിതത്തിൽ ഒരു ഗൈഡായി പ്രവർത്തിക്കാൻ ഈ മതപരമായ ആശയങ്ങളും അതേപോലെ തന്നെ സയൻറ്റിഫിക് ആശയങ്ങളും സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇതാണ് റിലീജിയൻ ആൻഡ് സയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ദ റിലീജിയൻ ഓഫ് ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് റിലീജിയൻ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വെബർ ഓൺ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ. വെബർ ഓൺ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് വെബർ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വെബർ ഓൺ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് വെബറിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ. മാക്സ് വെബർ ഇൻ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ 1950 എക്സാമിൻ ദ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം in relation to India's social structures, especially the caste system. അതായത് ദ റിലീജിയൻ ഓഫ് ഇന്ത്യ എന്ന 1915 1916 റിലീജിയൻ ഓഫ് ഇന്ത്യ എന്ന കൃതിയിൽ മാക്സ് വെബർ ഇന്ത്യയിലെ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം എന്നിവയെ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്തു. മാക്സ് വെബർ ഇൻ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ 1915 examining the Hinduism, Buddhism and Jainism in relation to India's social structures, especially the caste system. റിലീജിയൻ ഓഫ് ഇന്ത്യ എന്ന കൃതിയിലൂടെ മാക്സ് വെബർ ഇന്ത്യയിലെ ഹിന്ദുമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും വിശകലനം ചെയ്തു. He argues that the caste system rooted in occupational specialization and made hereditary over time was dominated by Brahmin who controlled sacred knowledge. അതായത് he argued that അദ്ദേഹം എന്താ ആർഗ്യൂ ചെയ്യുന്നത്? ഒക്യുപ്പേഷണൽ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? തൊഴിൽ വിശേഷീകരണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷനിൽ നിന്നാണ് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടതെന്നും കാലക്രമേണ അത് ഒരു ട്രഡീഷനായി മാറിയെന്നും വെബർ പറയുന്നു. ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷനിൽ നിന്നാണ് കാസ്റ്റ് സിസ്റ്റം രൂപം കൊണ്ടതെന്നും പിന്നീട് അത് എന്തായി മാറി? ഹെറിഡിറ്ററി, അതൊരു പാരമ്പര്യമായി മാറി എന്നാണ് ആര് പ്രസ്താവിക്കുന്നത്? അത് പാരമ്പര്യമായി മാറിയെന്നും വെബർ പ്രസ്താവിക്കുന്നു. വാസ് ഡോമിനേറ്റഡ് ബൈ ബ്രാഹ്മിൻ ഹൂ കൺട്രോൾഡ് സീക്രട്ട് നോളജ്. അതുകൊണ്ട് തന്നെ പിന്നെ വെബർ പറയുകയാണ് ബ്രാഹ്മണരാണ് അത് ആധിപത്യം പുലർത്തിയിരുന്നത്.
മാത്രമല്ല സേക്രഡ് നോളജ്, പരിശുദ്ധമായ അറിവ് ആരിലായിരുന്നു ഉണ്ടായിരുന്നത്? ബ്രാഹ്മണരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മൺ ഹു കൺട്രോൾഡ് സേക്രഡ് നോളജ്. ബ്രാഹ്മണാണ് സേക്രഡ് നോളജ് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായിട്ടുള്ള അറിവ് അഥവാ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ബ്രാഹ്മിൺസ് ആയിരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷനിൽ നിന്നാണ് ജാതി വ്യവസ്ഥ ഉയർന്നു വന്നത് എന്നും അത് പിന്നെ പാരമ്പര്യമായി നിലനിന്നു എന്നും അവിടെ ആധിപത്യം പുലർത്തിയിരുന്നതും അതേപോലെ തന്നെ സേക്രഡ് നോളജിനെ കൺട്രോൾ ചെയ്തതൊക്കെ ആരായിരുന്നു? ബ്രാഹ്മിൺസ് ആയിരുന്നു. ലോവർ കാസ്റ്റ്, പാർട്ടിക്കുലർലി ശൂദ്രാസ്, were considered ritually impaired and attained access to scriptures and salvation അഥവാ മോക്ഷ. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? ലോവർ കാസ്റ്റ് പാർട്ടിക്കുലർലി ശൂദ്രാസ്. ലോവർ കാസ്റ്റിനെ, താഴ്ന്ന ജാതിക്കാരെ എന്തായിട്ടാണ് കണ്ടത്? ശൂദ്രരെയാണ് താഴ്ന്ന. നമുക്കറിയാം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ചാതുർവർണ്ണ്യം എന്നാണ് പറയുക. ആ ചാതുർവർണ്ണ്യത്തിലെ ശൂദ്രാസിനെയാണ് ലോവർ കാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തത്? കൺസിഡേർഡ് ചെയ്തത്. ലോവർ കാസ്റ്റ് പാർട്ടിക്കുലർലി ശൂദ്ര were considered ritually impaired, attained access to the scriptures and salvation. അപ്പോൾ താഴ്ന്ന ജാതിയെ ശൂദ്രരായി കാണപ്പെടുകയും അവരെ എന്തായിട്ട് ചെയ്യപ്പെട്ടു? അതായത് ഈ താഴേക്കിടയിലുള്ള ഈ ശൂദ്രരായിട്ടുള്ള ആളുകളെ ശാസ്ത്രങ്ങളിലേക്കുള്ള പ്രവേശനവും മോക്ഷം നേടാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടു. അവർക്ക് എന്തെല്ലാമാണ് തടയപ്പെട്ടത്? അതായത് സ്ക്രിപ്റ്റേഴ്സ്, അവർക്ക് പല പുരാണ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സാൽവേഷൻ, അവർക്ക് മോക്ഷം നേടാനുള്ള അവകാശമൊക്കെ നിഷേധിക്കപ്പെട്ടു. വെറും മോശമായ തൊഴിലുകൾ അഥവാ ദാസ്യപ്പണി എന്നൊക്കെ പറയും നമ്മൾ. വെറും താഴേക്കിടയിലുള്ള ദാസ്യപ്പണി ചെയ്യുന്ന ഒരു വർഗമായി ആരെ കൺസിഡർ ചെയ്തു? ശൂദ്രാസിനെ കണക്കാക്കി എന്നാണ് ഇന്ത്യയിലെ മതത്തെക്കുറിച്ച് ആര് പ്രസ്താവിക്കുന്നത്? വെബർ പ്രസ്താവിക്കുന്നത്. അപ്പോൾ മോശമൊക്കെ അവർക്ക് എന്ത് ചെയ്യപ്പെട്ടു? ഡിനൈഡ് ആയി. എംപയർ ആൻഡ് ഡിനൈഡ് ആക്സസ് ടു സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് സാൽവേഷൻ. അതായത് മോശവും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ അവരിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? ഡിനൈഡ് എന്നാട്ടോ. എംപയർ ആൻഡ് ഡിനൈഡ് ആക്സസ് ടു സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് സാൽവേഷൻ. മോശവും അതേപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ അവരിൽ നിന്നും തടയപ്പെട്ടു. സെൻട്രൽ ടു ഹിന്ദുയിസം ഈസ് ദ ഡോക്ട്രിൻ ഓഫ് കർമ്മ ആൻഡ് ധർമ്മ. ഹിന്ദു മതത്തിലെ കേന്ദ്ര വിശ്വാസങ്ങളാണ് ഏതൊക്കെ? കർമ്മ ആൻഡ് ധർമ്മ. സെൻട്രൽ ടു ഹിന്ദുയിസം ഈസ് ദ ഡോക്ട്രിൻ ഓഫ് കർമ്മ ആൻഡ് ധർമ്മ. എ പേഴ്സൺ പ്രസന്റ് പൊസിഷൻ ഈസ് സീൻ ആസ് ദ റിസൾട്ട് ഓഫ് ആക്ഷൻ, പാസ്റ്റ് ലിവിങ് ആൻഡ് ഫുൾഫില്ലിംഗ് വൺസ് കാസ്റ്റ് ബേസ്ഡ് ഡ്യൂട്ടി. ധർമ്മ പ്രോമിസസ് റിവാർഡ്സ് ഇൻ ഫ്യൂച്ചർ ലീവ്സ്. അപ്പോൾ ഹിന്ദു വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കർമ്മവും ധർമ്മവും. ഒരാളുടെ ഇപ്പോഴത്തെ ജീവിതസ്ഥിതി മുൻജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഓരോ ആളുകളുടെയും ജീവിതത്തിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ, ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്താണ് വിശ്വസിക്കുന്നത്? കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ പൊസിഷൻ. എനിക്കത് ഏകദേശം ഒരു ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില ആളുകൾ വളരെ മോശമായിട്ട് ഇരുന്നാലും അവർ നല്ല സമ്പന്നതയിൽ നിലനിൽക്കുന്നത് കാണാം. നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഈ ജന്മത്തിത്തെ അതുകൊണ്ടല്ല, മുൻജന്മ ഫലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദു വിശ്വാസപ്രകാരം ഓരോ ആളുകളുടെയും പ്രസൻറ്റ് പൊസിഷൻ ഏതിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയാനുള്ള കാരണം മുൻജന്മത്തിൻ്റെ ഫലം, പാസ്റ്റ് ലിവിങ്, അതെ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ പ്രസൻറ്റിലെ പൊസിഷൻ എന്നാണ് ഹിന്ദു വിശ്വാസപ്രകാരം ഉണ്ടായിരുന്നത് എന്നാണ് ആര് പറയുന്നത്? വെബർ. ആൻഡ് ഫുൾഫില്ലിംഗ് വൺ കാസ്റ്റ് ബേസ്ഡ് ഡ്യൂട്ടി, ധർമ്മ പ്രോമിസസ് റിവാർഡ് ഇൻ ഫ്യൂച്ചർ ലീവ്സ്. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? സ്വന്തം ജാതിയുമായി ബന്ധപ്പെട്ട ധർമ്മം കൃത്യമായി അനുഷ്ഠിച്ചാൽ ഭാവി ജന്മങ്ങളിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. അതാണ് ധർമ്മ. നമ്മൾ ഡ്യൂട്ടി ഉണ്ട്. നമുക്കൊരു ഡ്യൂട്ടി പറഞ്ഞാൽ ധർമ്മം. ഒരു പിതാവിൻ്റെ ധർമ്മം എന്താണ്?
തങ്ങളുടെ മക്കളെ നന്നായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പിതാവിൻ്റെ ധർമ്മമാണ്. അതേപോലെ മാതാവിൻ്റെ ധർമ്മമുണ്ട്. അതിന് നമ്മൾ ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അഥവാ ധർമ്മങ്ങളുണ്ട്. അത് നിറവേറ്റുമ്പോഴാണ് ഫ്യൂച്ചർ ലീവ്സ് എന്നാ പറയുന്നത്. അതായത് പിന്നീടുള്ള ജന്മത്തിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളായിട്ടാണ് ആരിവിടെ പ്രസ്താവിക്കുന്നത്, വെബർ പ്രസ്താവിക്കുന്നത്. ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് മോക്ഷ. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എന്തിലേക്ക് എത്തിച്ചേരുന്ന പറയുന്നത്, മോക്ഷപ്രാപ്തി നേടുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ലഭിക്കുക, മോക്ഷം ലഭിക്കുന്നത്. അൾട്ടിമേറ്റ് ഗോൾ ഈസ് മോക്ഷ, ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് റീബർത്ത്. ജനനം, മരണം, പുനർജന്മം എന്നീ ചക്രത്തിൽ നിന്നും മോചനം നേടുന്നതാണ് മോക്ഷം. അതായത് ബർത്തിൽ നിന്നും ഡെത്തിൽ നിന്നും റീബർത്തിൽ നിന്നുമുള്ള മോചനമാണ് ഏത്, മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നൊക്കെ നമ്മൾ റിലീഫ് ആവുക. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പ്രതിഭാസത്തിൽ നിന്നും നമ്മൾ മോചിതരാകുമ്പോഴാണ് എന്ത് പറയുന്നത്, മോക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, മെറ്റീരിയൽ പ്രോസ്പിരിറ്റി വാസ് വീവ്ഡ് ആസ് എ ടെമ്പററി. എന്താ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ താൽക്കാലിക സമൃദ്ധി, താൽക്കാലികമായിട്ടുണ്ടാകുന്നതാണ് നമ്മളുടെ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി അഥവാ ഭൗതിക സമൃദ്ധി എന്നൊക്കെ പറയും അല്ലേ. ഭൗതിക സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. ഭൗതിക സമൃദ്ധി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമാണ്, അതൊരിക്കലും പെർമനൻ്റ് ആണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. വൈൽ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി വാസ് പെർമനൻ്റ്. എന്നാലോ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത്, ആത്മീയ സമൃദ്ധി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. എന്നാൽ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ലീഡിങ് ടു എ ഡി എംഫസൈസ് ദ മെറ്റീരിയൽ ലൈഫ്. അതെ. അപ്പം ഇത് മാത്രമല്ല, പിന്നെന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കുറവായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ തേർഡ് പാരഗ്രാഫ്, Weber noted that Buddhism and Jainism emerged reaction against Orthodox Hinduism. അതായത് ഓർത്തഡോക്സ് ഹിന്ദുമതത്തിന്, ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ഹിന്ദുമതത്തിൻ്റെ ചിന്തകൾക്കെതിരെ ഉയർന്നു വന്നതാണ് ഏതൊക്കെ, ബുദ്ധിസവും ജൈനിസവും. ഓർത്തഡോക്സ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഹിന്ദുമതത്തിന് എതിരായിട്ട് ഉയർന്നു വന്നതാണ് ഏതൊക്കെ, ബുദ്ധിസം ആൻഡ് ജൈനിസം. വെബർ നോട്ട് ദാറ്റ് ബുദ്ധിസം ആൻഡ് ജൈനിസം എമർജ്ഡ് ആസ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഓർത്തഡോക്സ് ഹിന്ദുയിസം. ഒരു ഓർത്തഡോക്സ് ഹിന്ദുയിസത്തിനെതിരെ ഉയർന്നു വന്നതാണ് ഏതൊക്കെ, ബുദ്ധിസവും ജൈനിസവും. And then they emphasize peace, contemplation and renunciation of the world. അതേപോലെ തന്നെ ഇവ സമാധാനവും ധ്യാനവും ലോകവിരക്തിയും പ്രാധാന്യം അറിയിക്കുന്ന മതങ്ങളായിരുന്നു. അതായത് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, അതേപോലെ തന്നെ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ധ്യാനം, റിനൈൻസേഷൻ എന്ന് പറഞ്ഞാൽ ലോകവിരക്തി. അപ്പം ഇതിൽ നിന്നൊക്കെ പ്രാധാന്യം അറിയിക്കുന്ന മതങ്ങളായിട്ടാണ് ഏതിനെ കാണുന്നത്, ബുദ്ധിസത്തെയും ജൈനിസത്തെയും കാണുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്താണ്, സാൽവേഷൻ, നിർവാണ എന്ന് പറയും, നിർവാണം എന്നൊക്കെ പറയും, മോക്ഷം. സാൽവേഷൻ അഥവാ നിർവാണ വാസ് മെയിൻലി achievable through monastic life, limiting the role of lay followers. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ നിർവാണം എന്ന മോക്ഷം പ്രധാനമായും സന്യാസി ജീവിതത്തിലൂടെ ലഭ്യമാകൂ.
അതായത് അതാണ് ഇവിടെ പറയുന്നത്. സാൽവേഷൻ ഓർ നിർവാണ വാസ് മെയിൻലി അച്ചീവബിൾ ത്രൂ മോണോസ്റ്റിക് ലൈഫ് ലിമിറ്റിംഗ് ദ റോൾ ഓഫ് ലേ ഫോളോവേഴ്സ്. നമുക്ക് നിർവാണ അഥവാ മോക്ഷം എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏതിലൂടെ കടന്നു പോകണം? മോണോസ്റ്റിക് പറഞ്ഞാൽ എന്താണ്? സന്യാസി ജീവിതത്തിലൂടെ മാത്രമേ ഈ ഒരു മോക്ഷം ലഭ്യമാകുള്ളൂ എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. ആര്? വെബർ. According to Weber, this religious belief and caste system together discouraged the development of capitalism in India, reinforcing tradition and a stable social order despite favorable material and technological condition. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? വെബറിൻ്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥയും ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം എന്നീ വിശ്വാസങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തി ഇന്ത്യയിൽ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയെ തടയാൻ കാരണമായി എന്നാണ് പറയുന്നത്. ജാതി വ്യവസ്ഥയും അതേപോലെ തന്നെ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇത്തരം വിശ്വാസങ്ങളൊക്കെ ശക്തിപ്പെട്ടത് എന്തിൻ്റെ വളർച്ചയാണ് തടയാൻ കാരണമായത്? മൂലധനത്തിൻ്റെ അഥവാ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയെ അത് തടയാൻ കാരണമായി എന്നും മാത്രമല്ല, മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങൾ വ്യവസായത്തിനും സാങ്കേതിക പുരോഗതിക്കും അനുകൂലമായിരുന്നെങ്കിലും ഇന്ത്യ പരമ്പരാഗതത്വവും സ്ഥിരതയുള്ള സാമൂഹിക ക്രമമുള്ളൊരു സമൂഹമായി തുടരുകയാണ് ചെയ്തത്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഇതാക്കുകയായിരുന്നു? അതായത് വ്യാവസായികപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇന്ത്യ മാത്രം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നാ പറയുന്നത്? വെറും ഒരു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് മാത്രം നിലനിർത്താനാണ് ഇന്ത്യ ശ്രമിച്ചത്. According to Weber, this religious belief and the caste system together discouraged the development of capitalism in India. അതായത് ഇന്ത്യയിലെ വിശ്വാസങ്ങളും ജാതി വ്യവസ്ഥയൊക്കെ ഇവിടെ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയെ തടയുകയും മാത്രമല്ല ഇന്ത്യയിലെ വെറും ഒരു പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങൾ മാത്രം നിലനിൽക്കുകയും അത് ടെക്നോളജിക്കൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് കാരണമാവും. അതൊരു ഡെസ്പൈറ്റ് ഫേവറബിൾ എന്നാണ് പറയുന്നത്. ഫേവറബിൾ അല്ല, അനുകൂലമല്ലാത്തൊരു സാങ്കേതിക സാഹചര്യം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഒരു വ്യാവസായികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനല്ല ഇന്ത്യ ശ്രമിച്ചത്, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇന്ത്യ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നാണ് ആര് വിമർശിക്കുന്നത്? വെബർ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെബർ ഓൺ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നമുക്ക് വ്യക്തമാക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ദ റിലീജിയൻ ഓഫ് ചൈന എന്ന ടോപ്പിക്കാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ.